തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ ദാസനായി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവെ, തിരുസന്നതിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവനെ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരമായ ആറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനു വേണ്ടി തൈലമൊഴിക്കപ്പെടുന്നു. മനുഷ്യ, നീ മണ്ണാന്ന് മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുകൽപ്പന ഇതാ ഈ ദാസനകൾ നിറവേറ്റപ്പെടുന്നു. കരുണ നിറഞ്ഞവനേ, പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയനീ
And later you will be given directions. Only after you get the directions, you have to leave the parking lot. So wait for the directions. And when you go to the car later, the flag should be posted on the bumper. And you will be given directions to get back here after the funeral. Everyone has to come back here for refreshments. That's a special request on behalf of the family. Please come back after the funeral. So right now, please be seated. And one more thing to remember, turn your headlights on when you leave the parking lot. The headlights must be turned on. And you don't have to stop at any traffic lights. The police will be there. You don't have to stop on the traffic lights. ബഹുമാനപ്പെട്ട ശമാശന്മാരും വൈദികരും മുമ്പിൽ ഒരു ലൈനായി നിന്നുകൊണ്ട് നമുക്ക് സെമിത്തേരിയിലേക്ക് നീങ്ങാൻ തക്കോണം ക്രമീകരിച്ചാട്ടെ. പ്ലീസ് അച്ഛന്മാരെല്ലാവരും ഒന്ന്